എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിഷു വിശേഷങ്ങൾ? എല്ലാവർക്കും കൈനീട്ടൊക്കെ കിട്ടിയോ? അപ്പോൾ ഞങ്ങളുടെ വിഷു വിശേഷങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ ഇത് തലേ ദിവസമാണ്, ഞങ്ങൾ കണി ഒരുക്കുന്നതിൻ്റെ പ്ലാനിങ്ങിലാണ്. നമ്മുടെ കണി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ചേട്ടച്ചാരാണ് കേട്ടോ. ചേട്ടനാണ് അതിൻ്റേതായ രീതിക്കൊക്കെ കണി സെറ്റ് ചെയ്യുന്നത്. പഴമൊക്കെ വിടർന്നുള്ള പഴമൊക്കെ ഉള്ളി പോയി, ആപ്പിള് ഒക്കെ ഉള്ളി പോയി. ഈ ഉരുളി എടുക്കല്ലേ, അയ്യോ ഈ ഉരുളി എടുക്കല്ലേ, നാളെ മാറ്റും. ഈ ഉരുളി എടുത്തിട്ട് ഫ്രൂട്ട്സ് ഒന്നും കാണുന്നില്ല. ഇത്രയും കണ്ടാ മതിന്നാ. ആ ചക്കയൊക്കെ ആർക്കും കിട്ടാത്ത സാധനാ അതൊക്കെ. മാമി ഇതൊക്കെ മാറ്റി നമുക്ക് ചക്കയൊക്കെ കാണണ്ടേ? വേണ്ടെന്ന് കാണണ്ട. അണി ഒരുക്കുന്ന ചേട്ടനും അഭിപ്രായം പറയുന്ന ഞാനും ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ ടൈം കീരിയും പാമ്പുമാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. നൈറ്റാണ് നമ്മൾ കണി സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുക്കളയിൽ പിറ്റേ ദിവസത്തെ സദ്യ വട്ടങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. സദ്യ ഒരുക്കുന്നതിൻ്റെ മെയിൻ ആൾ നമ്മുടെ ചേച്ചിയാണ്. സാധനങ്ങളൊക്കെ ഒരു ഏകദേശം അടുപ്പിച്ച് കൊടുത്ത ചേച്ചി ചടപടേന്ന് സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിൽ കണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിതേ കിടന്നുറങ്ങും. ഉറങ്ങില്ല, വെളുപ്പാകുമ്പോഴത്തേക്കാളും ജസ്റ്റ് കണി കാണും. കണി കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോകും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ വിഷുവിൻ്റെ സ്റ്റാർട്ട്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് വിഷു എന്നൊക്കെ പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ്. കാരണം കുറേ കൈനീട്ടം കിട്ടുമല്ലോ. ഒരുപാട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന വിഷു അല്ലേ. അപ്പം നമ്മൾ കൈനീട്ടം എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക കുട്ടികൾക്കും കാരണന്മാർക്കൊക്കെ കൈനീട്ടം കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ കൊല്ലത്തെ വിഷു ഇങ്ങനെ നമ്മുടെ പെണ്ണിങ്ങടാക്കി ചിരിച്ചേ കുഞ്ഞാ. അപ്പം നമ്മുടെ വീട്ടിലതേ മൂത്ത കാരണവർ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ജുബയും മുണ്ടൊക്കെ കൊടുത്ത് ബോൾ കളി ആട്ടോ. ആൾക്ക് ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈസാണ്. അപ്പോൾ അതേ ബോളൊക്കെ കളിക്കുകയാണ്. ചേച്ചി ഞാനും കൂടിയും അടുക്കളയിലത്തെ സദ്യവട്ടങ്ങൾ അവസാന ഫൈനൽ സംഭവത്തിലേക്ക് കിടക്കാണ്. പായസമാണ് ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ഈ വക പരിപാടികൾ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ പോയാലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു 2 മണി 2:30 ആകും കേട്ടോ. രാവിലത്തെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഇതേപോലെ വൈകിയാണ് കഴിച്ചത്. രാവിലെ ദോശയും സാമ്പാറായിരുന്നു. അപ്പം നിങ്ങളുടെ വിഷു എങ്ങനെയൊക്കെ ആയിരുന്നു? ചിലവർ ആഘോഷിക്കും, ചിലവർ നോണായിരിക്കും വിഷുവിന്. എൻ്റെ വീട്ടിലൊക്കെ കുറച്ച് നാളായിട്ട് നോണാണ് വിഷുവിന്. ഓണത്തിനാണ് സദ്യ വയ്ക്കാറ് കേട്ടോ. ഇപ്പൊ സമയം ഏതാണ്ട് ഉച്ച. പക്ഷെ ഞങ്ങൾക്ക് ഒരു 3 മണി 4 മണിയാണ് ഞങ്ങൾ മെയിൻ ഷെഫാണ് ഇട്ടത്. നമുക്ക് ബാക്ക് ക്യാമറ പടം. ഞങ്ങളുടെ നോൺ സ്റ്റിക്ക് പാൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇത്. അല്ല മറ്റേ കണിയിലത്തെ മുന്തിരിയൊക്കെയാണ് ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കണി ഇവിടെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ അല്ലുപ്പുറത്ത് കൂടെ പഴം ഉലിഞ്ഞ് കഴിക്കണം. ഇതാണ് ഞങ്ങളുടെ ഇപ്പം വിളക്ക് കാണാൻ താഴെയിട്ട് പാട്ടി. ഇതാണ് ഞങ്ങളുടെ സദ്യ വട്ടങ്ങൾ. എല്ലാ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടും വന്നതാണ്. എനിക്കിഷ്ടമല്ല. മുന്തിരിയാണ് മുന്തിരി. എന്തായി വിഷുവിനെ കുറിച്ച് 2 വാക്ക് പറയുന്നു. നന്ദുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും. അപ്പൊ അത് കാരണം വിഷു നല്ലൊരു തന്നാണ്. അപ്പൊ നമുക്ക് വിഷുവിന് പച്ചക്കറീസൊക്കെ വെക്കൂലേ? പപ്പടം അതേ അമ്മായിയുടെ ഒക്കത്ത് കയറിയിരിക്കുക, എന്നാലും അത് ഇടാൻ പറ്റുള്ളൂ. വിഷു കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ എടുത്ത് തിന്നാൻ സേഫാണ്. ക്യാമറ പിടിക്ക്. അവനിടണം. അവൻ അവിടെ ചെല്ലുമ്പോ അമ്മയുടെ ഒക്കത്ത് കയറി ഇരുന്ന്. ഇന്നലെയൊക്കെ ഞാൻ ഇവന്റെ വിഷുവിനെ കുറിച്ച് 2 വാക്ക് പറയുന്നു.
ആവിൻ ചേച്ചി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പണിയിലാണ്. ധവന്മാരൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് വന്ന് ഇവിടുന്ന് കഴിക്കുവോ, അതോ നന്ദു മാത്രം പോയിട്ടുള്ള? അപ്പോൾ കഴിച്ച് നമ്മൾ പപ്പടം വറുക്കണതിൻ്റെ ഇടയിലാണ്. പപ്പടം മറക്കുന്നേ. അതെ കേട്ടോ. വാവെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞേ നെല്ലിടമ്മണ്. അപ്പൊ ഒരു പപ്പടം ദോശനെ പോലെ മടങ്ങിയിരിക്കുന്നു. പപ്പടം കഴിക്കുന്നവര് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ലൈവ് പോവാന്ന്. നമ്മുടെ ദിവസം കുറച്ച് നേരമായിട്ട് ഇതേ കണിയിൽ ചുറ്റിപ്പറ്റി നടക്കാൻ കേട്ടോ. ആൾക്ക് ആ പഴം ഉലിഞ്ഞ് കഴിക്കണം, പക്ഷെ കഴിക്കില്ല കേട്ടോ. ആൾക്ക് 2 ദിവസമായിട്ട് വിശപ്പില്ല. ഇത്ര നേരമായിട്ട് ഉച്ചയാവാറായി ആ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ മുതലേ ഫുഡായിട്ട് ഞാൻ പുറകെ നടക്കുന്നതാ. ഉച്ചയ്ക്കും അതെ, ആ സദ്യവട്ടങ്ങളിലൊന്നും ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ അല്ലൂസ്. 2 ദിവസമായിട്ട് ഒന്നും തന്നെ കഴിക്കും. അങ്ങനെ നമ്മുടെ ഇതേ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ അതേ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വീത് വെക്കാറുണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും മരിച്ചു പോയി ഇവിടുത്തെ. അപ്പോൾ അത് കാരണം ദേ ചേച്ചി വീത് വെച്ചതിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്തിട്ട് കാക്കി കൊടുക്കാനായിട്ട് ചേച്ചിയും ഇവിടുത്തെ ചേട്ടനും കൂടി ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാറ്. വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓണം, വിഷു അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടിയുള്ള സമയത്ത് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വ്ളോഗ് എടുക്കാൻ മറന്നു പോയിട്ട് ആ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നു പോയി. രാവിലത്തെ ആ ഒരു ധൃതിയിൽ വേഗം റെഡിയായി അമ്പലത്തിൽ പോയി തൊഴുതു, കൈനീട്ടം കിട്ടി. പിന്നെ കൈനീട്ടം കൊടുക്കുന്നതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, മറന്നു പോയി. ഉച്ചയായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പണികളൊക്കെ കുറച്ച് ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യടാ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ ഇതേ ഉച്ചയ്ക്ക് നമ്മുടെ അല്ലൂസ് സദ്യ കഴിക്കാനൊക്കെ ഇരുന്നു, പക്ഷെ കഴിച്ചില്ല, ഇരിപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദൂസിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന്മാർ വേറെ ഏതോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണ് എല്ലാവരും കഴിക്കാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പക്ഷേ അവന്മാർ പറ്റിച്ചു ഗൈസ്. നമ്മുടെ അല്ലൂസ് ഇതേ ആകെപ്പാടെ വിഷുവായിട്ട് കഴിക്കുന്നത് ഈ ഒരു ഗ്ലാസ് പായസം മാത്രം. ഇത് കഴിച്ചിട്ട് ആൾ നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റത് വൈകിട്ട് സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കാളും നമ്മുടെ ചേച്ചി ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രോഗ്രാമാണ് ഈ ഒരു അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഓൾട്രേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ വൈകുന്നേരം തലേ ദിവസത്തെ പടക്കത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മുടെ വിഷു നൈസായിട്ട് അവസാനിപ്പിച്ചു. ഇനി ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ നിന്നാണ് റൂമിൽ ഞങ്ങളുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ അല്ലൂസിന് രാത്രിയിൽ ഉറക്കമില്ല. 2 മണി 3 മണി വരെയൊക്കെ അവൻ ഇതുപോലെ ഇരുന്ന് കളിക്കും. ബോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ക്രൈസാട്ടോ, അവൻ ഇങ്ങനെ ഇരുന്ന് കളിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതലും സ്റ്റിച്ചിങ് വീഡിയോസാണ് വരാറ്. പക്ഷേ നമ്മുടെ അല്ലൂസ് വളർന്നു വരുന്നതിനനുസരിച്ച് അവൻ്റെ പൊരിപ്പും കൂടി വരികയാണ്. അപ്പോൾ അവൻ സ്റ്റിച്ച് ചെയ്യാൻ സമ്മതിക്കാറേ ഇല്ല കേട്ടോ. അവൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അത്രേ ഉള്ളൂ. ടാറ്റാ.